ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോയത് ഷാർജയിലെ ഒരു പുതിയ ടൂറിസ്റ്റ് പ്ലേസായ ഖൽബ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഹാങ്ങിങ് ഗാർഡൻ. ഇവിടെ റോളയിൽ നിന്ന് അവിടത്തേക്ക് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മൾ സൈഡാക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നല്ല മലയും എല്ലാം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് മല വരുന്ന ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അപ്പോഴത്തേക്ക് ഇരുട്ടാവും. നമ്മൾ ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയി. അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 മണി തന്നെ ആയിനി. കുറേ ദൂരം പോകാനുണ്ട്. ഇപ്പോൾ വേറെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട് നമ്മളൊന്നിച്ച്. അങ്ങനെ നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. പാർക്കിംഗ് നമുക്ക് കിട്ടാൻ വളരെയധികം കഷ്ടപ്പെട്ടു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു പാർക്കിംഗ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 5 ദിർഹമാണ് വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ താഴെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം. അങ്ങനെ താഴേക്ക് നടക്കാൻ തുടങ്ങി. കുറേ ദൂരം നടക്കണം. താഴോട്ടുള്ള സ്റ്റെപ്പല്ലേ, കുട്ടികളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നടക്കണം. ഒന്ന് വീണ താഴേക്ക് എത്തും എല്ലാവരും റൗണ്ട് അടിച്ചിട്ട്. അങ്ങനെയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ നമ്മൾ പോയ ടൈം എന്ന് വെച്ചാൽ ഈദിൻ്റെ വെക്കേഷൻ ടൈമാണ്. ആ ടൈമിലാണ് പോയത്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ഇടയ്ക്ക് ഇത് 2 സൈഡിലും ഫുള്ള് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോണം പൂക്കളിലെ ചെടികളാണ് അധികം ഉള്ളത്. ഫുള്ള് 2 സൈഡ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ താഴോട്ട് നടന്ന് എത്തുമ്പോഴത്തേക്ക് താഴെ ആ റൗണ്ടിൽ കാണുന്നില്ലേ, അതൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അങ്ങനെ 2 ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അവിടെ. കുറച്ച് റൈഡ്സ് എല്ലാം വരുന്നത്, സ്ലൈഡും പിന്നെ ഊഞ്ഞാലും എല്ലാം വരുന്നത്. പക്ഷെ കുട്ടികൾക്കെല്ലാം കളിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലമാണ്. പിന്നെ നടുക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് രാത്രിയാകുമ്പോൾ നല്ല രസമുണ്ട്. ഫുള്ള് ലൈറ്റ് നല്ല രസമുണ്ട്. ഈ പാർക്ക് വരുന്നത് വെച്ചാൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 251 മീറ്റർ ഉയരത്തിലാണ് വരുന്നത്. പിന്നെ ആ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു ക്ലാസിക് റെസ്റ്റോറൻ്റാണ്. ഏകദേശം ഒരു 200 ആൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു നമ്മൾ പോയത്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടൈമും പോയ ടൈം വെച്ചാൽ ഈവനിങ് ആയിരുന്നു. എന്നാൽ പോലും അത്രയും തിരക്കും ഉണ്ട്. നല്ല ഫോട്ടോസും കിട്ടി നമുക്ക്. കുറച്ചും കൂടി നേരത്തെ എത്തിനെങ്കിൽ അതിനെക്കാട്ടി നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ രാത്രിയത്തെ കുറച്ച് കാഴ്ചകളും കാണാൻ പറ്റി. നല്ല സ്ഥലമാണ്. എല്ലാവർക്കും നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു ഞാൻ പോയിട്ട് കാണണം എന്ന് പറഞ്ഞ സ്ഥലം. എന്ന് വെച്ചാൽ ഇത് എൻട്രി ഫീസും കുറവാണ്. പക്ഷേ ട്രാവൽ ചെയ്യാനുണ്ട് കുറച്ച്. നമ്മൾ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം താഴെ എത്താനായി. ഞാൻ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടീന്. എന്ന് വെച്ചാൽ ദിവ്യേട്ടൻ ബാക്കിൽ ഇത് വീഡിയോ എടുക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ മുകളിലാണ് വണ്ടി വെച്ചിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും കയറാൻ മടിയായതുകൊണ്ട് ഇവരെ ഫ്രണ്ട് താഴേക്ക് വണ്ടി കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ ഇതേ നമ്മൾ ഇറങ്ങിയ
അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും നമ്മൾ തിരിച്ച് കയറണം വണ്ടി മുകളിലാണെങ്കിൽ. അങ്ങനെ അവരങ്ങോട്ട് പോയി, ബാക്കി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് താഴോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര തിരക്ക് വെച്ചാൽ വേഗം എങ്ങനെയെങ്കിലും ആ പാർക്കിലേക്ക് എത്തിയാൽ മതി എന്നായിരുന്നു. അവർക്കൊന്ന് കളിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ. എല്ലാം ഏകദേശം നമ്മൾ കാണുന്ന അധികത്തിൽ മലയാളികളും ഉണ്ടായിരുന്നു, അധികം മറ്റേ പാകിസ്ഥാനികളും. ഇവർക്കെല്ലാം ഈ ഈദിൻ്റെ വെക്കേഷൻ കിട്ടിയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫാമിലി മാത്രം ഉണ്ടാകുന്ന സ്ഥലത്ത് കുറേ ബാച്ചിലേഴ്സും ആൾക്കാരും എല്ലാവരും ഉണ്ടായി. കുറേ എന്ന് വെച്ചാൽ നല്ല ആളുകൾ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വീഡിയോയിൽ എത്ര ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് വെറുതെ ഒരു ഷോ ആണ്. ഇത് നമ്മളെ ഫോട്ടോ ഒരു വീഡിയോ എടുക്കുക, ഒരു എൻട്രി പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. വെറുതെ ഫുൾ ആക്ടിങ് ആണത് അങ്ങനെ നടക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ പാർക്കിൻ്റെ ഏരിയയിലേക്ക് വന്നു. പക്ഷെ എല്ലാ റൈഡും ഫുള്ളായിരുന്നു. കമ്മണിക്കൊന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു, ആ ഊഞ്ഞാലൊന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞോളും ബാവച്ചിയും കളിക്കാൻ തുടങ്ങി. അവർക്കെന്ന് വെച്ചാൽ എല്ലാ റൈഡിലും കയറി. എല്ലാ റൈഡിലും ഫുൾ തിരക്കാണ്. ക്യൂ നിന്നിട്ടാണെങ്കിൽ അവർ എല്ലാ റൈഡിലും ഏകദേശം എല്ലാം കയറി. കുറച്ച് അഡ്വഞ്ചർ ടൈപ്പ് റൈഡ്സ് ഉണ്ട് ഇതിൽ. ഈ നെറ്റിൻ്റെ മുകളിൽ പോകുന്നതും പിന്നെ മുകളിൽ പോയിട്ട് വരുന്നതും. കൺമണിക്ക് ഭയങ്കര ആഗ്രഹം അതിലൊന്ന് കയറി പോകണം. പക്ഷെ എന്തായാലും ഉള്ളതിൻ്റെ ഹോട്ടലിൽ പോയി. ആടും നീ നിൽക്കുമ്പോ ആടും. നോക്കിതാക്കണം. ഇതില്ലേ ദിവ്യയുടെ മുഴി സപ്പോർട്ട് എടുത്തു. തട്ടീട്ട് കൊണ്ട് കൊണ്ട് നൽകിയായി. മൂത്രച്ചറിയില്ലേ? മൂത്രച്ചറി
അങ്ങനെ കൽബയിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഫുജേറ മാളിലേക്കായിരുന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. എല്ലാവർക്കും നല്ലോണം ടയേർഡായി, നല്ലോണം വിശക്കുകയും ചെയ്തു. കുട്ടികളാണെങ്കിൽ കുറേ നേരം അവർ റൈഡ്സിലെല്ലാം കളിച്ചതല്ലേ, അതുകൊണ്ട് അവർക്ക് നല്ലോണം വിശന്നു. അങ്ങനെ നമ്മൾ ബാൽക്കണീൻ്റെ ഏരിയയിലാണ് പോയിട്ടിരുന്നത്. നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസ്. അത് നല്ല റെസ്റ്റോറൻറ്റ്സ് പറഞ്ഞാൽ ഏകദേശം നല്ല അറബിക് ടീംസ് വരാറുള്ളതാണ്. ഈ ലോക്കൽ ഒരു റെസ്റ്റോറൻ്റ് അല്ല. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. കബാബ്, ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ കൺമണിക്ക് ഫ്രഞ്ച് ഫ്രൈസും മയണൈസും കണ്ടാൽ പിന്നെ അത് മാത്രം മതി. പിന്നെ അങ്ങനെ കുറേ നേരം അറിയിരുന്നു. അപ്പോൾ അവൾ അടുത്ത സ്റ്റാഫായിട്ട് കുറച്ചൊക്കെ നല്ല കമ്പനിയായി. അപ്പോൾ പിന്നെ വേഗം എല്ലാവരോടും കമ്പനിയാവും, കളിച്ചു. ജമ്പക്ക് 6 feet ആണ്. ജമ്പായിക്കോ, ജമ്പായിക്കോ. അങ്ങനെ ഇങ്ങനെയൊക്കെ. വെരി ഗുഡ്. ജമ്പാക്ക്. അവൾ കൊണ്ടു നൈറ്റ് ഔട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മാളിൽ കറങ്ങിയിട്ട് നേരെ വീട് പിടിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു നല്ല ട്രിപ്പായിരുന്നു ഇത്. കുട്ടികളെല്ലാം നല്ലോണം എൻജോയ് ആക്കി. ഞങ്ങളും അതെ. കുറച്ച് നല്ല ഫോട്ടോസെല്ലാം എടുത്തു. ആ ഫോട്ടോസെല്ലാം ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.